കാറും കോളും ഒക്കെ ഒഴിഞ്ഞ് മാനം തെളിഞ്ഞു. മണിയേ, അത് എന്നെ ഒന്ന് ആക്കിയതാണല്ലോ, എന്നെ കുത്തി പറഞ്ഞതാണല്ലോ നീ. അങ്ങനെ തോന്നിയാ? ആ പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ക്ലൈമറ്റിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴേ ആ പറഞ്ഞത് കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഞാനും സത്യം പറഞ്ഞാലേ അത് മണിക്കൂട്ടന്റെ ഒരു കഴിവാണ്. ചെറിയ പ്രശ്നമാണെങ്കിലും മനസ്സിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് അതൊരു വാശിയിൽ വന്ന് നിന്ന് മണിക്കൂട്ടം വന്ന് സംസാരിച്ച് അത് ഇതായി സ്നേഹമായപ്പോ ഒരു സമാധാനമില്ലേ? പിന്നെ നമുക്കേ എല്ലാരും ആയിട്ടൊന്ന് വീട്ടിലോട്ടൊന്ന് പോണം. മണി ശരിക്കും രണ്ടിടത്തും പോണം. അമ്മയടുത്തും പോണം, പുലിനടയിലും പോണം. സത്യം അല്ല, ഞാനിപ്പോ പറഞ്ഞില്ലേ പ്രകൃതിയുടെ കാര്യം. നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസും പ്രകൃതിയായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടല്ലേ. സിനിമയിലൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല റൊമാൻസ് വരുമ്പോ മഞ്ഞ് പെയ്യും, സങ്കടം വരുമ്പോ മഴ പെയ്യും, അതേപോലെ നല്ല സന്തോഷം വരുമ്പോ നല്ല നീലാകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണിക്കും അല്ലേ? മണിക്കുട്ടിയായി എന്താണ് രാവിലെ തന്നെ ഒരു സാഹിത്യ മൂഡ്? ഇടയ്ക്കിടയ്ക്കൊക്കെ പൊടിത്തട്ടി എടുക്കണ്ടേ നമ്മുടെ സാഹിത്യ വാസനയൊക്കെ? നീ ഒരു കാര്യം ചെയ്യടി, കവിത എഴുതും. അത് ഞാൻ എഴുതാറുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല ഇപ്പോഴല്ല, ഞാൻ പണ്ട് എഴുതുമായിരുന്നു. എനിക്കേ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഡയറിക്കകത്ത് എനിക്ക് മനസ്സിൽ തോന്നുന്ന വരികളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഡയറി എവിടെ? ഡയറി തറവാട്ടിലിരിപ്പുണ്ട്. എനിക്കതൊന്ന് കാണണമല്ലോ. അത് ഞാൻ കാണിച്ചു തരൂല. അത് എന്റെ കുഞ്ഞു രഹസ്യ, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന രഹസ്യ, ആരുമായിട്ട് ഷെയർ ചെയ്യൂല. അതെ, നമ്മുടെ റിലേഷൻഷിപ്പ് എന്തും ആയിക്കോട്ടെ, ഭാര്യയും ഭർത്താവും അച്ഛനമ്മയും മക്കളും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങൾ ഉണ്ടാവണം, എന്നാലൊരു സുഖമുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? നീ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ? എല്ലാം ഞാൻ പിന്നെ അതവിടെ ഇരിക്കട്ടെ. കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണെന്ന് മാനം തെളിഞ്ഞത്. നീ ആ അലക്കാനുള്ള തുണിയൊക്കെ എടുത്തിട്ട് അത് വാഷിംഗ് മെഷീനിലിട്ട് പെട്ടെന്ന് തന്നെ അത് അലക്കി ടെറച്ച് കൊണ്ട് പിരിയുന്നത് വേണ്ട. പിള്ളേർക്ക് പറഞ്ഞാൽ മതി, അവരെ കൊണ്ട് ചെയ്യിപ്പിര്. ഒരു കാര്യം ചെയ്യോ, വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ടോ. അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞത് അബദ്ധമായ, ഇങ്ങോട്ട് ഒരെണ്ണം പണി തന്നു. ഞാൻ പറയാറുണ്ടെങ്കിൽ അവസാനം ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്ന എനിക്കറിയാം. മമ്മിച്ചു നോക്കിയതല്ലേ. അതുപോലെ തന്നെ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് വരണോ? മണിക്കുട്ടാ, രാമ, എന്താണ് വലിയ സന്തോഷം? ഇതിന്റെ കാര്യം ഒന്ന് പറ, ഞങ്ങളും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്കാരും കൊണ്ടൊന്നും തരുന്ന ഒരു സാധനമൊന്നും അല്ല, അത് നമ്മളായിട്ട് കണ്ടെത്തണം. എന്തെന്നളിയാ? എങ്ങനെ അറിഞ്ഞൂടാ? അത് തന്നെ അണ്ണാ, സന്തോഷിക്കാൻ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ലൈഫിൽ മറ്റേ ബഡാ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ എന്നങ്ങനെ ഇല്ല. നമ്മളെ ലൈഫിൽ ഓരോ കൊച്ചു കാര്യത്തിന് നമ്മളെ സന്തോഷം കൊടുക്കണം അല്ലേ? ഉദാഹരണത്തിന് ഞാനും കുഞ്ഞളിയനും കൂടി ഇന്ന് ചായക്കട പോയത്, അവിടെ ചെന്ന് ആൾക്കാരുടെ മുമ്പ് എല്ലാ നാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് ഒരു ചായ അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷം. അയ്യോ സത്യം, എനിക്ക് ദുബായിൽ 5 സ്റ്റാർ ഹോട്ടലിൽ ചായ കുടിച്ചപ്പോൾ ഇത്ര സന്തോഷം കിട്ടിയിട്ടില്ല. എങ്ങനെ? അല്ല സത്യം, അമ്മയാണ് ഇവിടെ ഭയങ്കര. പുറത്തു പോയി ചായ കുടിച്ചല്ലേ? അത് ഇനി സത്യം പറഞ്ഞാൽ എന്റെ പെങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ചായ കുടിച്ചാൽ എന്റെ സന്തോഷം ഇരട്ടിക്കും. അയ്യോ, ഇനി നമുക്ക് സമയം സെക്കൻഡ് ചായക്ക് പോവാം. സന്തോഷം എവിടെ കിട്ടിയാലും നമ്മൾ കളയാൻ പാടില്ല. അയ്യോ മണിയെ, വെരി നോർമൽ അല്ലേ? ഞാൻ പോയി ചായ ഉണ്ടാക്കട്ടെ. അതും അങ്ങനെ തന്നെ. അതിനി ഞാനാണോ? മക്കളെ, ഇതിൽ വല്ല ഉറുമ്പ് വല്ലതും വീണോ? എന്താ അങ്ങനെ കഴിച്ചാ? അല്ല, നീ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഇങ്ങനെ കഴിക്കുന്നു. അതാ വളരെ സൂക്ഷ്മമായി ഒരു തരി പോലും പുറത്ത് കളയാതെ അങ്ങനെ വേണം ഈ പുട്ടൊക്കെ കഴിക്കാൻ. എന്നാലും എന്റെ രുചി നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുള്ളൂ. ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നല്ല, ഇതിന്റെ പുറകെ ഒരുപാട് സയന്റിഫിക് കാര്യങ്ങളുണ്ട്. പിന്നെ എന്നിട്ട് അതെ, എന്തൊക്കെ സയന്റിഫിക് കാര്യം? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അതായത് ഒരു കാര്യം ചോദിക്കാം, പുട്ടിന്റെ ടേസ്റ്റ് എന്താ? പുട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാവും തേങ്ങയും കൂടെ ഒക്കെ ചേർന്ന് ആവിയിൽ ഉണ്ടാക്കുമ്പോ ഒരു ടേസ്റ്റ്. അങ്ങനല്ല, പുട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിന്റെ ടേസ്റ്റ്. പുട്ടിന്റെ ടേസ്റ്റ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കുക,
നല്ല പുട്ട്, കുറച്ച് തേങ്ങയൊക്കെ ഉള്ള പുട്ടാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പൊ നമ്മൾ നല്ല ആവി പറക്കണ പുട്ടെടുത്ത് കുറച്ചിങ്ങോട്ട് ദാണ്ട ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വയ്ക്കുക ഇവിടെ. എന്നിട്ട് കടലക്കറിയെങ്കിൽ കടലക്കറി, അതിൽ ഒരു കടലേര പീസ് എടുത്ത് ഇങ്ങനെ നടുക്കോട്ട് വെക്കണം. കുറച്ച് ചാറ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വിതറണം. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം, പപ്പടം തന്നില്ല കേട്ടോ. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴയ്ക്കണം. കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കഴിച്ച നല്ല പുട്ടിന്റെയും കടലക്കറിയുടെയും രുചി അങ്ങോട്ട് മനസ്സിൽ ആലോചിക്കുക. ഇപ്പൊ കഴിച്ചതിന്റെ മണം എടുത്തപ്പോ ഇപ്പൊ കഴിച്ചതിന്റെ മണം എടുക്കാൻ പറ്റില്ല, നമ്മൾ കഴിക്കാൻ പോണേ ഉള്ളൂ അതുപോലെ കേട്ടോ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കുഴയ്ക്കണം. കുഴച്ച് നമ്മൾ പതിയെ ഇത് കയ്യിൽ ഒരു തരി പോലും തറയെ കളയരുത് കേട്ടോ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമുക്കൊരു നല്ല മണം അടിക്കും. ഉണ്ട്, വടക്കൻ കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു മണം, പ്രത്യേക മണം. ആ മണത്തോടെ നമ്മളെ വായിലോട്ടെടുത്ത് വെക്കണം. ചവച്ചു നന്നായി ചവച്ച് ഭക്ഷണം ഇറക്കാവും. അങ്ങനെ ചവച്ചും ഇങ്ങനെ അങ്ങ് ഇറക്കുമ്പോ ഒരു സുഖം കിട്ടും. എന്റെ മോളെ, നീ ഇത് ഇവിടെങ്കിലും ജനിക്കേണ്ടവളല്ല. അതാണ് ജനിക്കേണ്ടവളേ അല്ല. അല്ല എന്നിട്ട് പറ. അങ്ങനെ വേണം നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ. അതെ അതെ. ആണല്ലേ? അല്ല, അപ്പൊ ഈ ചായയും വെള്ളമൊക്കെ കുടിക്കുന്നതിനും ഇങ്ങനെ തന്നെ ഉണ്ടോ? പിന്നെ ചായ വെള്ളത്തിനും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ശരി. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്, നല്ല ചൂട് ചായ ഇങ്ങനെ അങ്ങ് എടുത്ത് ഊതി ഊതി എന്ത് സുഖമാണ്. ചൂട് ചായ ഊതി ഊതി കുടിക്കണതാണ് ഗുപ്തന് ഇഷ്ടം. മുട്ടയും പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ആലോചിച്ചതേ, ഇവള് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലേ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുഴച്ചിട്ട് ഒറ്റ വിഴുങ്ങിക്കൊള്ളുന്ന പെണ്ണാണ്. ഇപ്പൊ എവിടുന്ന് പഠിച്ചോന്തോ ഈ ടെക്നിക്കൊക്കെ? അതൊക്കെ പണ്ട്. അത് കണ്ട ഒരുത്തിക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു, ഒരുത്തി ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നു. അല്ല, തിരിഞ്ഞുപോയി. എവള് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു, എവള് ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നു. അല്ല, എവള് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു, എവള് ജീവിക്കാൻ വേണ്ടി ആഹാരം വിട്ടുവീഴ്ചയില്ല. അവള് മുട്ടയും പാലിയൊക്കെ കഴിക്കും. എന്താ അറിയുമോ, ഈ കലോറിയൊക്കെ നോക്കിയേ കഴിക്കുള്ളൂ അവള്. മുട്ടയും പാലും പറഞ്ഞു കേട്ടിട്ടേ ചൂട് ചായയും കുറച്ച് പുട്ടും കൂടെ കഴിക്കാൻ തോന്നുന്നു. അവള് വിചാരിച്ച കാര്യം നടന്നു. കുറച്ചു നേരം കൊതിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അത് ഏറ്റു കേട്ടാ മക്കളെ. എന്തോന്ന് കറിയൊന്നും ഇല്ല. ഫോണില്ലേ? തരാവേ. ശരിയാണ് കേട്ടാ, സംഭവം ശരിയാണ്. സൂപ്പർ അല്ലേ? ദുബായിലൊക്കെ അല്ല, അറബികളെ നല്ല ആസ്വദിക്കും പറയാ. ആ പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ട്രീറ്റ് എവിടെ? ഇതിന്റെ ട്രീറ്റ് ആഹാ, അത് ഗൾഫിൽ നിന്ന് വന്നതിന്റെ ട്രീറ്റ് നടത്തണം. അതൊന്നും അറിഞ്ഞൂടെ? ട്രീറ്റ് അതിനല്ലേ ഒരു നേരം മുട്ടായി കൊണ്ടുവന്ന് തന്നത്. ആഹാ, മുട്ടായി കൊണ്ടുവരണ ഗൾഫിൽ നിന്ന് വരുമ്പോ മുട്ടായി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു നാട്ടുകടപ്പാണ്. അപ്പൊ അത് ട്രീറ്റ് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റൂല. എടി പിങ്കി, കൊറേ കാലം നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അങ്ങ് ഗൾഫിലായിരുന്നില്ലേ, അതുകൊണ്ട് ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അറിയില്ല അല്ലേ? ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, എന്റെ ട്രീറ്റ് വേറെ ആണല്ലോ. വയ്യാന്ന്. പിന്നെ വേറെ കാര്യം പറയാം, ഇവര് പറഞ്ഞ ട്രീറ്റ് എന്താന്ന് വെച്ചാൽ അങ്ങ് നടത്തിക്കോട്, ഇല്ലെങ്കിൽ ഇവര് വിടൂല. ഒരിക്കൽ വണ്ടി വഴിയിൽ പഞ്ചറായതിന് എന്റെ വണ്ടി ട്രീറ്റ് നടത്തിയവരാണ് ഇവര്. എന്തൊക്കെ ട്രീറ്റ് നടത്തോണ്ടെന്നറിയോ? ഗൾഫിൽ പോയ ട്രീറ്റ്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ട്രീറ്റ്, ഇനി പോകാൻ പോകുന്ന ട്രീറ്റ്, പിന്നെ കല്യാണം ഉറപ്പിച്ച പണിയില്ലേ? അല്ല കുഞ്ഞളിയ, ഇവിടുത്തെ കാര്യം കുഞ്ഞളിയനെ അറിയാൻ വയ്യാത്തോണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്, അവന്റെ 28 കെട്ടിന് ട്രീറ്റ്, അവന്റെ 1ാം വാർഷികത്തിന് ട്രീറ്റ്, എന്തിന് അധികം അവന്റെ സഞ്ചയനത്തിന് വരെ ട്രീറ്റ്, കല്യാണം കഴിച്ച ട്രീറ്റ്, ഡിവോഴ്സ് ആയ ട്രീറ്റ്, അങ്ങനെ എല്ലാത്തിനും ട്രീറ്റുകളേ ഉള്ളു ഇവിടെ. പിന്നെ ഓർഡർ ചെയ്താൽ മതി, ഓർഡർ ചെയ്താൽ മതിയോ? എന്നാ കുഴപ്പമില്ല, ദുബായിലൊക്കെ ഓർഡർ ചെയ്ത സാധനം വരും. കുഞ്ഞളിയ പൈസ ഞങ്ങൾ കൊടുത്താൽ മതി, ഞാൻ ഓർഡർ ചെയ്യാം. അതിപ്പോ ദുബായ് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് സാധനം വരും. അവര് വേണമെങ്കിൽ വിളമ്പിത്തരും, വേണ്ടി വന്നാൽ അവർ തിന്നുവരെ കാണിച്ചു. ആരും കഴിച്ചു കാണിച്ചു തരും. ഇവിടെ എല്ലാത്തിനും ട്രീറ്റേ ഉള്ളൂ. എല്ലാ ആവശ്യമുണ്ട് ട്രീറ്റിന്റെ ഒക്കെ. ഇവിടുത്തെ നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് ഇരുന്നാ പോരെ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.